Hi friends, welcome to Bosco Campus Vision. Today I am going to discuss the topic Database System Architecture in Database Management System for Semester 3 BCA students. Hello everyone, welcome to Bosco Campus Vision. Today I am going to discuss the topic Database System Architecture in Database Management System for Semester 3 BCA Management System for Semester 3 BCA students. Hi friends, welcome to Bosco Campus. Syllabus for Module 2. In second module, we are discussing the relational algebra and relational calculus, then introduction to structured query languages, that is SQL. In SQL, we are discussing the table creation, selection, projection, and different queries joining using SQL, etc. സോ ഇതിൻ്റെ അകത്ത് റിലേഷണൽ ആൾജിബ്ര, റിലേഷണൽ കാൽക്കുലസ്, പിന്നെ SQLനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. Query language. A query language is a language in which a user requests information from the database. These languages are typically of a level higher than that of standard programming language. ക്യൂറി ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഡേറ്റാബേസിൽ നിന്നും യൂസർ ഒരു ഇൻഫോർമേഷനെ റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലാംഗ്വേജിനെയാണ് ക്യൂറി ലാംഗ്വേജസ്. നമ്മളൊരു ക്യൂറി ജനറേറ്റ് ചെയ്യുന്നു, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഒരു ക്യൂറി ജനറേറ്റ് ചെയ്യുന്നു, ആ റിക്വസ്റ്റിനനുസരിച്ച് നമുക്ക് ഡേറ്റാബേസിൽ നിന്ന് ഇൻഫോർമേഷൻ ലഭിക്കുന്നു. സോ ദീസ് ലാംഗ്വേജസ് ആർ higher than that of standard programming languages. So സാധാരണ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെക്കാട്ടിലും കുറച്ചുകൂടെ ഹൈ ലെവൽ ലാംഗ്വേജ് ആണ് ഈ ക്യൂറി ലാംഗ്വേജ് എന്ന് പറയുന്നത്. സോ നമുക്കൊരു റിക്വസ്റ്റ് കൊടുത്ത് ഇൻഫോർമേഷൻ ആക്സസ് ചെയ്യാൻ വേണ്ടി ജനറേറ്റ് ചെയ്യുന്ന ലാംഗ്വേജാണ് ക്യൂറി ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഈ ക്യൂറി ലാംഗ്വേജിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: procedural query language and non-procedural query language. So this query language is classified into two: procedural and non-procedural. In procedural query language, the user interacts the system to perform a sequence of operations on the database to compute the desired result. സോ പ്രൊസീജിയറൽ ലാംഗ്വേജിലാണെങ്കിൽ യൂസർ സിസ്റ്റവുമായിട്ട് ഒരു സെറ്റ് ഓഫ് അല്ലെങ്കിൽ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസിലൂടെ ആയിരിക്കും ഇൻട്രാക്ട് ചെയ്യുന്നതും അതിൽ നിന്നും അവർക്ക് വേണ്ടുന്ന ഡിസൈഡ് റിസൾട്ട് ജനറേറ്റ് ചെയ്തെടുക്കുകയും ചെയ്യുന്നത്. ഓക്കെ. ബട്ട് ഇൻ നോൺ പ്രൊസീജിയറൽ ക്യൂറി ലാംഗ്വേജ് ദ യൂസർ ഡിസ്ക്രൈബ് ദ ഡിസൈഡ് ഇൻഫോർമേഷൻ വിതൗട്ട് ഗിവിങ് എ സ്പെസിഫിക് പ്രൊസീജിയർ ഫോർ ഒബ്റ്റൈനിങ് ദാറ്റ് ഇൻഫോർമേഷൻ. നോൺ പ്രൊസീജിയറിലാണെങ്കിൽ ഡിസൈഡ് ഇൻഫോർമേഷൻ മാത്രമേ അവർ പറയത്തുള്ളൂ, സ്പെസിഫിക് പ്രൊസീജിയേഴ്സ് ഒന്നും ഡിസ്ക്രൈബ് ചെയ്യത്തില്ല. ഇൻഫോർമേഷൻ ഒബ്റ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഒന്നും അവർ പറയത്തില്ല, പകരം എന്താണ് വേണ്ടതെന്ന് മാത്രം ഡിസ്ക്രൈബ് ചെയ്ത് ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് നോൺ പ്രൊസീജിയറൽ എന്ന് പറയുന്നത്. പ്രൊസീജിയറൽ എന്ന് പറയുമ്പം സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസിലൂടെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഡിസൈഡ് റിസൾട്ട് ആക്സസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ യൂസർ സിസ്റ്റമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ, നോൺ പ്രൊസീജിയറിൽ യൂസർ ഡയറക്റ്റ് എന്താണ് വേണ്ടുന്നതെന്ന് ഡിസ്ക്രൈബ് ചെയ്ത് ആക്സസ് ചെയ്യുവാണ്, പ്രത്യേകം പ്രൊസീജിയേഴ്സോ കമാൻഡ്സോ ഒന്നും എഴുതുന്നില്ല. അതാണ് പ്രൊസീജിയറിലും നോൺ പ്രൊസീജിയറിലും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ. സോ പ്രൊസീജിയറിന് എക്സാമ്പിളായിട്ട് നമുക്ക് റിലേഷണൽ ആൾജിബ്രയെ പറയാം, ആൻഡ് നോൺ പ്രൊസീജിയറിന് എക്സാമ്പിളായിട്ട് റിലേഷണൽ കാൽക്കുലസിനെ പറയാം. അതായത് ടപ്പിൾ റിലേഷണൽ കാൽക്കുലസും ഉണ്ട്, ഡൊമൈൻ റിലേഷണൽ കാൽക്കുലസും ഉണ്ട്. ഓക്കെ. സോ റിലേഷണൽ ആൾജിബ്ര പ്രൊസീജിയറൽ ക്യൂറി ലാംഗ്വേജിൻ്റെ കാറ്റഗറിയിൽ വരും, റിലേഷണൽ കാൽക്കുലസ് നോൺ പ്രൊസീജിയറൽ ക്യൂറി ലാംഗ്വേജിൻ്റെ കാറ്റഗറിയിൽ വരും. ആ റിലേഷണൽ കാൽക്കുലസ് രണ്ടായിട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ട്, ടപ്പിളായിട്ടും ഡൊമൈനായിട്ടും. സോ ഫസ്റ്റ് വൺ ഇസ് റിലേഷണൽ ആൾജിബ്ര. ഓക്കെ. പ്രൊസീജിയറൽ ക്യൂറി ലാംഗ്വേജിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ് റിലേഷണൽ ആൾജിബ്ര എന്ന് നമ്മൾ പറഞ്ഞു. സോ ഇറ്റ് ഈസ് എ പ്രൊസീജിയറൽ ക്യൂറി ലാംഗ്വേജ് സിൻസ് ദ യൂസർ സ്പെസിഫൈസ് ദ പ്രൊസീജിയർ ഫോർ ഒബ്റ്റൈനിങ് ദ ആൻസർ ഇൻ ദ ക്യൂറി. നമുക്ക് ക്യൂറിയുടെ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സ്പെസിഫിക് പ്രൊസീജിയേഴ്സ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സെറ്റ് ഓഫ് ഓപ്ഷൻസ് ദാറ്റ് ടേക്ക് വൺ ഓർ ടു റിലേഷൻസ് ആസ് ഇൻപുട്ട് ആൻഡ് പ്രൊഡ്യൂസ് എ കളക്ഷൻ ഓഫ് ഓൾജിബ്രൈക് ഓപ്പറേഷൻ ദാറ്റ് ഓപ്പറേറ്റ് ഓൺ റിലേഷൻ. നമുക്ക് വേണ്ടുന്ന ഒന്നിലധികം ഇൻപുട്ടിനെ സ്വീകരിച്ചിട്ട് കുറേ അധികം ഓപ്പറേഷൻസ് ഈ റിലേഷണൽ ആൾജിബ്ര സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിലേതെങ്കിലും ഒന്ന് ഉപയോഗിച്ചായിരിക്കും നമുക്ക് വേണ്ടുന്ന റിസൾട്ട് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ. സോ ടേബിളിലൂടെ ഒന്നിലധികം ഇൻപുട്ട് ആക്സസ് ചെയ്തിട്ട് സെറ്റ് ഓഫ് ആൾജിബ്രൈക് ഓപ്പറേഷൻസ് ഉണ്ട്, അതിലൂടെ ആയിരിക്കും നമുക്ക് വേണ്ടുന്ന ഡിസൈഡ് റിസൾട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് റിസൾട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയുള്ള സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് ആണ് ഇനി പറയുന്നത്. ദാറ്റ് ഈസ് സെലക്ട്, പ്രൊജക്റ്റ്, യൂണിയൻ, സെറ്റ് ഡിഫറൻസ് ആൻഡ് റീനെയിം. സോ ദ ഫങ്ഷണൽ ഓപ്പറേഷൻസ് ഇൻ റിലേഷണൽ ആൾജിബ്ര ആർ സെലക്ട്, പ്രൊജക്റ്റ്,
union, set difference and rename. സോ സെലക്ട്, പ്രൊജക്റ്റ്, യൂണിയൻ, സെറ്റ് ഡിഫറൻസ്, റീനെയിം, ഇത്രയുമാണ് റിലേഷണൽ ഓൾജിബ്രയുടെ ഫണ്ടമെൻ്റൽ ഓപ്പറേഷൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ ഉപയോഗിച്ചായിരിക്കും നമ്മൾ ഈ ഇൻപുട്ട് കൊടുത്തിട്ട് ഡിസൈഡ് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നത്. സോ ദീസ് 5 ഓപ്പറേഷൻസ് ബിലോങ്സ് ടു ഫണ്ടമെൻ്റൽ ഓപ്പറേഷൻസ്. ഓക്കെ, ഇത്രയുമാണ് ഫണ്ടമെൻ്റൽ ഓപ്പറേഷൻസിൽ വരുന്നത്. In addition to fundamental operations, there are join, division, set, intersection and assignment operation which can be expressed in terms of basic operation. So, basic operations in the basis നമ്മൾ ഫണ്ടമെൻ്റൽ ഓപ്പറേഷൻസിന് അഡീഷൻ ആയിട്ട് ജനറേറ്റ് ചെയ്യുന്ന ഓപ്പറേഷൻസ് ആണ്, അല്ലെങ്കിൽ ഈ റിലേഷണൽ അൽജിബ്ര സപ്പോർട്ട് ചെയ്യുന്ന ഓപ്പറേഷനാണ് ജോയിൻ, ഡിവിഷൻ, സെറ്റ്, ഇൻ്റർസെക്ഷൻ ആൻഡ് അസൈൻമെൻറ്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. സോ ദ ഫണ്ടമെൻ്റൽ ഓപ്പറേഷൻസ് സെലക്ട്, പ്രൊജക്റ്റ് ആൻഡ് റീനെയിം കോൾഡ് യൂണറി ഓപ്പറേഷൻ ബിക്കോസ് ദേ ഓപ്പറേറ്റ് ഇൻ വൺ റിലേഷൻ. ഓക്കെ, ഫണ്ടമെൻ്റൽ ഓപ്പറേഷൻസിൽ സെലക്റ്റും പ്രൊജക്റ്റും റീനെയിമും യൂണറി ഓപ്പറേഷനായിട്ട് പറയാം. കാരണം ഒരു സിംഗിൾ റിലേഷനിൽ വെച്ച് തന്നെ നമുക്ക് ആ ഫംഗ്ഷൻ പെർഫോം ചെയ്യാൻ പറ്റില്ല, ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, ബാക്കി ഉള്ളത് എന്ന് പറയുന്നത് എന്താണ്, പെയർ ആയിട്ടായിരിക്കും അവിടെ റിലേഷൻ നടക്കുന്നത്. അതായത് സിംഗിൾ ഓപ്പറേഷൻ അല്ല, ഒന്നിൽ കൂടുതൽ റിലേഷൻ വെച്ചിട്ടായിരിക്കും അവിടെ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത്. അതിന് നമുക്ക് ബൈനറി ഓപ്പറേഷൻ എന്ന് പറയാം. ഓക്കെ, ബൈനറി ഓപ്പറേഷൻ. സോ 5 ഓപ്പറേഷൻസിൽ സെലക്റ്റും പ്രൊജക്റ്റും റീനെയിമും നമുക്ക് എന്തിൻ്റെ കാറ്റഗറിയിൽ വരും, യൂണറിയുടെ കാറ്റഗറിയിൽ വരും. ബാക്കിയുള്ളത് ബൈനറിയുടെ കാറ്റഗറിയിൽ വരും ഫണ്ടമെൻ്റൽ ഓപ്പറേഷൻസിൽ. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് റിലേഷണൽ ഓൾജിബ്ര. ഓക്കെ, സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് പ്രൊസീജിയർ ക്യൂറി ലാംഗ്വേജ് ആണ്. ക്യൂറി ലാംഗ്വേജ് നമ്മൾ പറഞ്ഞു ഒരു ഡിസൈഡ് ഔട്ട്പുട്ട് പെർഫോം ചെയ്യേണ്ടി ഡെവലപ്പ് ചെയ്യുന്ന സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ് ആണെന്ന് പറഞ്ഞു. സോ അതിന് 2ആയിട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ട്, പ്രൊസീജിയറും നോൺ പ്രൊസീജിയറിലും. സോ പ്രൊസീജിയറിൽ നമുക്ക് എന്താണ് എക്സാമ്പിളായിട്ട് റിലേഷണൽ ഓൾജിബ്ര പറയാം, നോൺ പ്രൊസീജിയറിൽ റിലേഷണൽ കാൽക്കുലസ് പറയാം, ടപ്പിൾ റിലേഷണൽ കാൽക്കുലസും ഡൊമൈൻ റിലേഷണൽ കാൽക്കുലസും. സോ അതിൻ്റെ ഡിഫറെൻറ്റ് ഓപ്പറേഷൻസും നമ്മൾ കണ്ടു. Assignment question, define procedural and non-procedural query language. Second question, define relational algebra. So I hope that all of you understand this session. Thank you for watching Bosco Campus Vision. Bye.